പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കുടുംബം സ്വാഗതം. അനീഷ് ബ്രോയുടെ എയർപോർട്ട് എൻട്രി ഗൈസ്. അതെ, നമുക്ക് കാണാം. ഇത് കണ്ട് അനുമോൾ ഫാൻസിന്റെ രോദനം. യഥാർത്ഥ വിജയ്, ജനങ്ങളുടെ മനസ്സിലെ യഥാർത്ഥ വിജയ് അത് അനീഷ് തന്നെയാണ്. വിന്നർ ഓഫ് ദ ഷോ ഈസ് അനീഷ്. ഇതിനു മുൻപ് ജനങ്ങൾക്ക് ബിഗ് ബോസ് സീസൺ 4 നിന്ന് ഔട്ടായി വന്ന റോബിന് കിട്ടിയ അതേ വരവേൽപ്പ് അനീഷിന് കിട്ടുന്നു. വാവ്, ഇറ്റ്സ് എ ഗെയിം മൊമെന്റ്. അനീഷിനെ സപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ തന്തയ്ക്ക് വിളി കേൾക്കപ്പെട്ട തൊപ്പിയുടെ അവസ്ഥ. നമ്മുടെ സ്വന്തം MRC തൊപ്പിയെ തെറി വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വാപ്പയ്ക്ക് വിളിച്ചിരിക്കുന്നു അഖിൽ മാരാർ. എന്ത് നിരുത്തരവാദിത്തരമായ ഒരു സംഭാഷണങ്ങളാണ് മാരാരുടെ വായിൽ നിന്ന് നമ്മൾക്ക് കേൾക്കാനിടയായതെന്ന് നമുക്ക് കേൾക്കാം സുഹൃത്തുക്കളെ. വീഡിയോയില് ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ, ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ. നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ, നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. കാര്യം പറയുവാൻ ഫോൺ വിളിക്കുമ്പോൾ അയാളെ പ്രൊവോക്ക് ചെയ്യുവാനായി തന്തയ്ക്ക് വിളിക്കുക എന്നത് മാരാരുടെ സ്ട്രാറ്റജിയായി മാറിയിരിക്കുകയാണോ? മാരാർ തൊപ്പിയെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടാക്കി. അതായത് തൊപ്പി ജിൻഡോയെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ആൾക്കാരോട് പറഞ്ഞത് പൈസ വാങ്ങിയിട്ടാണ് എന്ന്. അത് തെളിയിക്കുവാൻ വേണ്ടി, തെളിവുണ്ടെന്ന് പറഞ്ഞു, അറിയാവുന്ന കാര്യമാണെന്ന് പറഞ്ഞു, അത് തെളിയിക്കാൻ വേണ്ടി തൊപ്പി ലൈവ് ഇട്ടുകൊണ്ട് തന്നെ ലൈവിൽ മാരാരെ വിളിക്കുകയുണ്ടായി. മാരാരുമായി സംസാരിച്ചു. വിനുവിനെ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ ഒരുപാട് കോളുകൾ ചെയ്തു. അവസാനം തൊപ്പി തെളിയിച്ചു തൊപ്പി പൈസയൊന്നും മേടിച്ചില്ലെന്ന്. പിന്നീട് എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത്, തൊപ്പി അച്ചായൻ അറിയാലോ, തൊപ്പിയും അച്ചായനൊക്കെ ആയിട്ട് നല്ല ടീമപ്പായിരുന്നു. അപ്പോൾ അച്ചായൻ്റെ ഒരു നല്ല കൂട്ടുകാരൻ എന്നുള്ള നല്ലൊരു സുഹൃത്താണ് ഈ പറയപ്പെടുന്ന ജിൻഡോ എന്ന് പറയുന്നത്. അങ്ങനെ ജിൻഡോയുടെ PR ആയ വിനു മച്ചാൻ എന്ന് പറയുന്ന ഡാവിന് അച്ചായനെ അറിയാം. അച്ചായനെ മാത്രമേ അറിയത്തുള്ളൂ. ജിൻഡോയെ ബാർട്ടർ സിസ്റ്റം, അതായത് ജിൻഡോയെ വിജയിപ്പിച്ചാൽ കപ്പുമായി നേരെ തൊപ്പിയുടെ ലൈവിൽ വരാം, ഇറങ്ങാൻ പോവാതെ തൊപ്പിയുടെ ലൈവിൽ വരാമെന്ന് വാക്ക് കൊടുത്ത്, ബാർട്ടർ സിസ്റ്റം പോലെ ആ രീതിയിൽ. അങ്ങനെ പൈസയൊന്നും മേടിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നു. പിന്നെ തൊപ്പി ഏതോ 8 ലക്ഷത്തിൻ്റെ കണക്ക് എന്തൊക്കെ കണക്ക് പറയുന്നത് അതൊന്നും ആർക്കും അറിയത്തില്ല. എന്തൊക്കെയോ പറയുന്നു. ആരെയും വെറുതെ ഒന്നും നമ്മൾ വിളിച്ചുകൊണ്ടൊന്നും എടുത്തത്തില്ല. ലൈവ് സ്ട്രീം ചെയ്യുമ്പം നമ്മൾ ശമ്പളം കൊടുത്ത് തന്നെയാണ് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞ് തൊപ്പി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. തൊപ്പിയുടെ ഭാഗം തൊപ്പി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരേ ഒരാൾക്കേ ഉള്ളൂ, അതായത് ജിൻഡോപ്പനാണ് ഇനി വന്ന് പറയേണ്ടത്. തൊപ്പി പൈസ മേടിച്ചോ ഇല്ലയോ? പൈസ മേടിച്ചിട്ടില്ലെന്ന് നമുക്കെല്ലാം ഉറപ്പാണ്, തൊപ്പി ഫാൻസിന് ഉറപ്പാണ്. പിന്നെ ഈ മാരാരുടെ വാ അടപ്പിക്കാൻ വേണ്ടി തൊപ്പി പൈസ മേടിച്ചോ ഇല്ലയോ എന്ന് ജിൻഡോ തന്നെ വന്ന് പറഞ്ഞതായിരിക്കാം നല്ലത്. അല്ലാതെ നമ്മളൊന്നും ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്തുമായാലും മാരാർ ചെയ്ത ശുദ്ധ തെമ്മാടിത്തരമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം പറയാൻ വിളിച്ച ഒരാളെ തെറി വിളിക്കുക, അല്ലെങ്കിൽ നിന്റെ വാപ്പേനെ വിളിക്കുന്ന, നിന്റെ വാപ്പയോട് സംസാരിക്കുന്ന, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഡാവ് ഇവൻ നമ്മുടെ വില കളയുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് സംസാരിക്കുന്നത്. ഇവ ഒരു ടൈറ്റിൽ വിന്നറാണ്, ബിഗ് ബോസ് ഷോയുടെ ഒരു ടൈറ്റിൽ വിന്നറാണ്. അങ്ങനത്തെ ഒരു ഡാവ് ഇതാണെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബർക്കെതിരെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അത് വളരെ, എനിക്ക് തോന്നുന്നു ഇയാൾക്ക് അനുമോളുടെ PR ചെയ്തതിന് ഇയാൾക്ക് നല്ല പൈസ കിട്ടുമെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്ത യൂട്യൂബറെ വന്ന് തന്തയ്ക്ക് വിളിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വളരെ മോശം, വളരെ മോശം. അതിനുശേഷം വളരെ വ്യത്യസ്തവും അതിപുരാതനവുമായ മറ്റൊരു എയർപോർട്ട് എൻട്രിയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ആദില നൂറയുടെ എയർപോർട്ട് എൻട്രി കാണാം സുഹൃത്തുക്കളെ. നമുക്ക് ആരും തൊട്ടുപോരുത്, കൊച്ചുങ്ങളെ നേരത്തെ ആരും തൊട്ടുപോരുത്, പ്രശ്നമാവും. നമ്മുടെ ദിയാസന ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസിനെ വരവേറ്റ് കൊണ്ടുപോകുവാനായി എയർപോർട്ടിൽ നിന്ന് തന്നെ
പ്രൊട്ടക്ഷനോട് കൂടി തന്നെ കൊണ്ടുപോകുവാൻ, അടിയൊന്നും കൊള്ളാതെ വീട്ടിലെത്തിക്കുവാൻ വേണ്ടി നമ്മുടെ ദിയാസന ചേച്ചിയും ഒരുപാട് സുഹൃത്തുക്കളും എത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടത്. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ബൈ. ട്രാവൽ വിത്ത് സബാൻ. വൗ.